എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പ്രോൺസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 750 ഗ്രാം പ്രോൺസാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഏലക്ക 5, ഗ്രാമ്പു 8, ജാതിപത്രി 1, ബേ ലീവ്സ് 2, കറുവപ്പട്ട 2 കഷ്ണം, സ്റ്റാർ 2. ഇടത്തരം സവാള കനം കുറച്ച് അരിഞ്ഞത് 4 എണ്ണം. 2 വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചത്. വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും. ഇനി തയ്യാറാക്കേണ്ട വിധം. നമ്മൾ എടുത്തു വെച്ച സവാള വറുത്ത് മാറ്റി വെച്ചത്. സവാള വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ചേർക്കുക. 15 സെക്കൻഡിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ ഉടനെ തന്നെ തക്കാളി ചേർക്കുക. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. 2 മിനിറ്റിന് ശേഷം പ്രോൺസും ചേർക്കാം. ആവശ്യമെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർക്കാം. ഏകദേശം 750 ഗ്രാം അരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. അരിക്ക് ആവശ്യമായ വെള്ളത്തിൽ ഉപ്പ്, ഓയിൽ, സ്പൈസസ് ഇവ ചേർത്ത് തിളപ്പിക്കുക. അതിലേക്ക് അരി സാവകാശം ഇട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ തീ കുറയ്ക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. അതിന് അടച്ചു വെച്ച് 8 മിനിറ്റ് നേരം വേവിക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിന് മുകളിലേക്ക് ഇടുക. ദം ചെയ്തെടുത്താൽ കൂടുതൽ രുചികരമാകും. ഡീറ്റെയിലിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.